ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് പണമാണ്. എന്താണ് മണി എന്നുള്ളതാണ്. വളരെ സിമ്പിൾ ആയിട്ട് പറയാം. മണി എന്ന് പറയുന്നത് നമ്മുടെ ടൈം തന്നെയാണ്. ടൈം മാത്രമല്ല മണി, നിങ്ങളുടെ സമയവും നിങ്ങളുടെ ഒരു സ്കില്ലും കൂടി ചേരുമ്പോൾ അതിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഒരു മൂല്യമുള്ള ഒരു വസ്തുവാണ് പണം എന്ന് പറയുന്നത്. അപ്പോൾ സ്കില്ല് ഉള്ള ആളുകളാണ് ഈ സമൂഹത്തിൽ ക്യാഷ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് സ്കില്ല്? ഉദാഹരണം പറയുകയാണെങ്കിൽ സ്കില്ല് എന്ന് പറയുന്നത് ധൈര്യം തന്നെയാണ് കേട്ടോ. ഓക്കെ, ധൈര്യം എന്ന് പറയുമ്പോൾ ഉദാഹരണം ഇപ്പൊ ഞാൻ ഡ്രൈവിംഗ് അറിയുന്ന ഒരു വ്യക്തിയും നിങ്ങൾ ഡ്രൈവിംഗ് അറിയാത്തൊരു വ്യക്തിയാണെന്ന് ഇമാജിൻ ചെയ്യാം. ഓക്കെ, ഞാൻ എന്തുകൊണ്ട് ഡ്രൈവിംഗ് പഠിച്ചു? എനിക്ക് വീണു പോകുമെന്നുള്ള ഭയം ഉണ്ടായിരുന്നു. പക്ഷേ എനിക്കത് നേടിയെടുക്കണം, അല്ലെങ്കിൽ ഞാൻ ഇതുവരെ ജീവിതത്തിൽ എക്സ്പീരിയൻസ് ചെയ്യാത്തൊരു സാധനമാണ്. പക്ഷേ ഇത് എനിക്ക് പഠിക്കണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് ഞാൻ എന്ത് ചെയ്തു? റിസ്ക് എടുത്തുകൊണ്ട് ഞാനത് പഠിച്ചു കഴിഞ്ഞപ്പോൾ എന്റെ മെന്റാലിറ്റി എന്താണ്? ഇത് വളരെ സിമ്പിൾ ആണല്ലോ എന്ന്. ഇത് എന്ന് പറയുന്ന പോലെയാണ് ജീവിതത്തിൽ എല്ലാ സ്കില്ലുകളും നേടുമ്പോൾ ഉണ്ടാകുന്ന കാര്യം. ഇത് സ്കില്ല് കിട്ടാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് ഭയത്തോട് കൂടിയിട്ടായിരിക്കും ആൾ നോക്കുക. ഇപ്പൊ എനിക്ക് ബൈക്ക് ഓടിക്കാനുള്ള ഒരു സ്കില്ലുണ്ട്. ഞാൻ എന്ത് ചെയ്യുന്നു? എന്റെ സമയം ഞാനൊരു ഡെലിവറിക്കായിട്ട് യൂസ് ചെയ്യുമ്പോൾ അതിൽ നിന്നും എനിക്ക് എന്ത് ചെയ്യുന്നു? പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഒരു മൂല്യമുള്ള വസ്തുവാണ് എന്നെ സംബന്ധിച്ചിടത്തോളം പണമായിട്ട് വരുന്നത്. എന്ന് പറഞ്ഞ പോലെ നിങ്ങൾക്ക് പലതരം സ്കില്ലുകൾ ഉണ്ടാവും. എനിക്കുള്ള സ്കില്ലായിരിക്കില്ല നിങ്ങൾക്ക് ഉണ്ടാവുക, നിങ്ങൾക്കുള്ള സ്കില്ല വേറൊരു വ്യക്തിക്ക് ഉണ്ടാവുക. അപ്പൊ കൂടുതൽ സ്കില്ലുള്ള ആളുകൾ കൂടുതൽ ക്യാഷ് ഉണ്ടാക്കും. അത് ടൈം കറക്റ്റ് ചെയ്തിട്ട് മാനേജ് ചെയ്യുന്ന ആളുകളായിരിക്കും കൂടുതൽ ക്യാഷ് ചെയ്യുന്നത്. അപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ക്യാഷ് ഉള്ള ആളുകൾ എന്ത് ചെയ്യുന്നതാണ്? അവരുടെ സമയം നല്ല സ്കില്ലുള്ള ആളുകളെ എടുത്തുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു? ടൈം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് അതിൽ നിന്നും കൂടുതൽ ക്യാഷ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് കൂടുതൽ ക്യാഷ് ഉണ്ടാക്കണമെങ്കിൽ നമ്മളെക്കാൾ സ്കില്ലുള്ള ആളുകളെ ഹയർ ചെയ്തുകൊണ്ട് കൂടുതൽ സമയം ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വളരെയായിട്ട് സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ. അപ്പൊ സ്കില്ലും സമയവും കൂടി കൂട്ടിച്ചേരുമ്പോൾ അതിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന വളരെ മൂല്യമുള്ള വസ്തുവാണ് പണം. നിങ്ങൾ കൂടുതൽ സ്കില്ല് ഏൺ ചെയ്യുക. ലേണിംഗ് ആൻഡ് ഏണിംഗ്, ദിസ് ഈസ് ദ തിയറി. ഓക്കെ, wonderful day. Thank you very much.